ചോദിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് തന്നെയാണ്. ബേസിക്കലി ഒരു ജനറൽ നോളജ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഇത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ നിക് നെയിംസ് ഓഫ് ഇന്ത്യൻ സിറ്റീസ് ആൻഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ സിറ്റീസും സ്റ്റേറ്റ്സ് ഒക്കെ വേറെ ചില പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. ദെൻ ഞാനിത് കുറച്ച് സ്ലൈഡ്സ് ആയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ആ പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് റിക്കലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി സ്ലൈഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുമ്പോൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സിറ്റീസ് നമുക്ക് ആദ്യം നോക്കാം. അതിൽ നമ്പർ 1 ഇറ്റ് ഈസ് ബാംഗ്ലൂർ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ, എസ്പെഷ്യലി കേരളൈറ്റ്സ്. മേ ബി ജോബ് ഓപ്ഷൻസും കൺവീനിയൻസും കാരണം കൊണ്ട് തന്നെ കേരളൈറ്റ്സിന് ഇഷ്ടമാണ് ബാംഗ്ലൂർ. ബട്ട് ഇത് ഏതൊക്കെ നെയിംസിലാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയോ? ലെറ്റ്സ് സീ. ഫസ്റ്റ് ഇറ്റ് ഈസ് ദ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ, ദെൻ സ്പേസ് സിറ്റി ഓഫ് ഇന്ത്യ, ദെൻ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ബാംഗ്ലൂരിനെ വിളിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെയിംസാണ് ഞാനിവിടെ പറയണത്, നോട്ട് ചെയ്യാവുന്നൂടെ. ഇറ്റ് ഈസ് ദ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ, ദ സ്പേസ് സിറ്റി ഓഫ് ഇന്ത്യ, ദ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ആൻഡ് ദ ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ. വേരിയസ് റീസൺസ് ഉണ്ട് കേട്ടോ ഈ നെയിംസ് വന്നതിലൊക്കെ. ഞാൻ കുറച്ച് ഷോർട്ടായി പറഞ്ഞുതരാം. ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് കണ്ടീഷനാണുള്ളത്. ആ പ്ലസൻറ്റ് ക്ലൈമറ്റ് കൊണ്ട് തന്നെ ഒരുപാട് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഉണ്ട്, പാർക്സ് ഉണ്ട്. ഫേമസ് ആയിട്ടുള്ള ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ ബാംഗ്ലൂരാണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അതിനെ വിളിക്കുന്നു. നെക്സ്റ്റ് സിലിക്കൺ വാലി, ഇലക്ട്രോണിക് സിറ്റി, സ്പേസ് സിറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് IT പാർക്സ് ആൻഡ് ഇലക്ട്രോണിക് പാർക്സ് ഉണ്ട് അവിടെ. കൺട്രിയിലെ തന്നെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള IT എക്സ്പോർട്ടർ കൂടിയാണ് ബാംഗ്ലൂർ. അതുമാത്രമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും ലീഡിങ് IT കമ്പനീസ് ലൈക്ക് വിപ്രോ, ദെൻ ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ, ഇതെല്ലാം ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ളതും ബാംഗ്ലൂരാണ്. ഇതുകൂടാതെ തന്നെ ഒരുപാട് റിസർച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട് ബാംഗ്ലൂർ. അത് പറയാമല്ലോ. ISRO, വെരി ഫേമസ് ISRO ഇസ് ഹെഡ് ക്വാർട്ടേഡ് ഇൻ ബാംഗ്ലൂർ. ഇതൊക്കെ കൊണ്ട് തന്നെ ഇതിനെ സ്പേസ് സിറ്റി ഓഫ് ഇന്ത്യ, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, ഇലക്ട്രോണിക് സിറ്റി ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? സോ ദ നെക്സ്റ്റ് വൺ ഇസ് മുംബൈ. മുംബൈ ഏതൊക്കെ നെയിംസിലാണ് അറിയപ്പെടുന്നതെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സിറ്റി ഓഫ് 7 ഐലൻഡ്സ്, ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ദ ഹോളിവുഡ് ഓഫ് ഇന്ത്യ, the financial capital of India and the entertainment city of India. എന്തുകൊണ്ടാണ് ഈ നെയിംസ് വന്നെന്ന് ഷോർട്ടായിട്ട് തന്നെ പറയാം. ആക്ച്വലി മുംബൈ വാസ് എൻ ആർക്കിപ്പലഗി ഓഫ് 7 ഐലൻഡ്സ്. അതായത് ഗ്രൂപ്പ് ഓഫ് 7 ഐലൻഡ്സ് എന്ന് വന്നതാണ് മുംബൈ. നെക്സ്റ്റ് വൺ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈസ് ഇൻ മുംബൈ, അതുകൊണ്ട് അങ്ങനെ ഒരു നെയിം വന്നു. ദെൻ ഹോളിവുഡ് ഓഫ് ഇന്ത്യ, എൻ്റർടൈൻമെൻറ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ മുംബൈ തന്നെ ഇറ്റ് ഈസ് എ ബേസ് സെൻറ്റർ ഫോർ ദിസ് ബോളിവുഡ് ഫിലിം പ്രൊഡക്ഷൻ. അതുകൂടാതെ തന്നെ എല്ലാവർക്കും അറിയാം ബോംബെ എന്നുള്ളൊരു നെയിം നിന്നാണ് ബോളിവുഡ് വന്നിരിക്കുന്നത്. സോ ഹോളിവുഡ് ഓഫ് ഇന്ത്യ, എൻ്റർടൈൻമെൻറ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അതിനെ വിളിക്കുന്നു. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് RBI, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇതെല്ലാം ലൊക്കേറ്റഡ് ഇൻ മുംബൈ ആണ്. ഇതുകൊണ്ടൊക്കെയാണ് ഈ നെയിംസ് വന്നത്. സോ ദ നെക്സ്റ്റ് വൺ ഇസ് കൊച്ചിൻ. കൊച്ചിൻ ഈസ് നോൺ ആസ് ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെയിം വന്നതെന്ന് വെച്ചാൽ കൊച്ചി ഒരു ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്റർ ആയിരുന്നു കേട്ടോ ഫോർ സ്പൈസസ്. അതായത് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ തന്നെ ഫ്രം 14th century ഓൺവേർഡ്സ് ഒരു ട്രേഡ് നെറ്റ്വർക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് അറബ് മെർച്ചൻസ് കൊച്ചിന്ന്. അതുകൊണ്ട് കൊച്ചിനെ ദ ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്ന് വിളിച്ചു. നെക്സ്റ്റ് കൊച്ചിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ആലപ്പുഴ ഓർ ആലപ്പി, ആലപ്പീനെ എന്താണെന്ന് വിളിക്കുന്നത് നോക്കാം. ആലപ്പി ഈസ് നോൺ ആസ് ദ വെനിസ് ഓഫ് ദി ഈസ്റ്റ്. വെനിസ് ഓഫ് ദി ഈസ്റ്റ് എന്ന നെയിം കൊടുത്തത്, അതായത് നെയിം വിളിച്ചത് ജോർജ് കോസൺ, അന്നത്തെ വൈസ്രോയ് ആയിരുന്നു. ബിക്കോസ് ഓഫ് ദ ബാക്ക് വാട്ടേഴ്സ്, ബീച്ചസ്, ആലപ്പുഴയിലുള്ള ഇതൊക്കെ കൊണ്ട് തന്നെ അന്നത്തെ വൈസ്രോയ് ജോർജ് കോസൺ ആലപ്പിക്ക് ദ വെനിസ് ഓഫ് ദ ഈസ്റ്റ് എന്നൊരു നെയിം കൊടുത്തു. അതുമാത്രമല്ല, ഈ ആലപ്പി വെനീഷ്യൻ ക്യാപിറ്റൽ ഓഫ് കേരള എന്നുകൂടെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് കൊൽക്കത്ത.
Kolkata is also known as the city of buildings and the city of castles. ഇതെങ്ങനെയാ ഇങ്ങനെ ഒരു പേര് വന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ബ്രിട്ടീഷേഴ്സ് തന്നെ ഒരുപാട് ബിൽഡിങ്സ് നമ്മുടെ നാട്ടിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ലൈക്ക് ബിൽഡിങ്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആർക്കിടെക്ചറൽ പ്രൂഫ്സ് ആണ് നമ്മളെ കൺട്രീനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും സ്ട്രഗിൾ ഓഫ് ഫ്രീഡം എല്ലാം അറിയാനുള്ള ആർക്കിടെക്ചറൽ പ്രൂഫ്സ് ആണ് ഈ ബിൽഡിങ്സ് എല്ലാം. അതുപോലെ തന്നെ ഒരുപാട് കാസിൽസും അവിടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് ബിൽഡിങ്സ് ആൻഡ് സിറ്റി ഓഫ് കാസിൽസ്. അഹമ്മദാബാദ് ഈസ് നോൺ ആസ് ദ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. ഒരു മേജർ ഇൻഡസ്ട്രിയൽ റീജിയൻ ആയതുകൊണ്ട് തന്നെയാണ് അഹമ്മദാബാദിന് ഇങ്ങനെ ഒരു നെയിം വന്നത്. ആൻഡ് ബ്രിട്ടീഷേഴ്സിൻ്റെ ടൈമിൽ ദേ വർ കമ്പയറിങ് ഇറ്റ് വിത്ത് ദ കോട്ടൺ ടെക്സ്റ്റൈൽ സെൻറ്റർ മാഞ്ചസ്റ്റർ, ലൈക്ക് ബ്രിട്ടനിലുള്ള മാഞ്ചസ്റ്റർ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ സിമിലാരിറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു നെയിം അഹമ്മദാബാദിന് കൊടുത്തത്. ആൻഡ് അതുപോലെ തന്നെ സൗത്തിലുള്ള മാഞ്ചസ്റ്ററാണ് കോയമ്പത്തൂർ. കോയമ്പത്തൂരിന് വേറെ നെയിംസും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ എഞ്ചിനീയറിംഗ് സിറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ദ ടെക്സ്റ്റൈൽ സിറ്റി ഓഫ് ഇന്ത്യ. ഇങ്ങനെയും കോയമ്പത്തൂരിനെ വിളിക്കുന്നുണ്ട്. ജയ്പൂർ, ദ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെയിം വന്നതിലും ഒരു ചെറിയ സ്റ്റോറി ബിഹൈൻഡ് ഉണ്ട്. ബിഫോർ ദാറ്റ് ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഈ സിറ്റീസിന് നെയിം വന്നതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. ഇതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഇതിൽ ചെയ്യാൻ നിന്നെന്ന് വെച്ചാൽ ലെങ്ത്ത് കൂടുകയാണ് വീഡിയോൻ്റെ. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷോർട്ടായിട്ടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു പോയത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം. ജയ്പൂർ ഇസ് ദ പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഒരു നെയിം വന്നതിൻ്റെ റീസൺ ഈസ് അപ്പോൾ ക്യൂൻ വിക്ടോറിയാസ് ഹസ്ബൻഡ് ആൽബർട്ട് വെൻ ഹി വിസിറ്റഡ് ഇന്ത്യ, ആ ടൈമിൽ അപ്പോഴത്തെ ജയ്പൂർ കിങ് സവായ് റാം സിംഗ് ഈ സിറ്റീനെ കംപ്ലീറ്റ് ആയിട്ട് പിങ്കിൽ പെയിൻറ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു നെയിം വന്നത്. അതുപോലെ തന്നെ കുറച്ചധികം പാലസസ് അവിടെ ഉണ്ട്. അങ്ങനെ സിറ്റി ഓഫ് പാലസസ് എന്നുള്ളൊരു നെയിമും കൂടെ ജയ്പൂരിനുണ്ട്. തൊട്ടു താഴെ ഇറ്റ് ഈസ് മധുരൈ, the great Meenakshi Amman temple located ആയിട്ടുള്ള മധുരൈ. ഇറ്റ് ഈസ് നോൺ ആസ് ദ സിറ്റി ഓഫ് ഫെസ്റ്റിവൽസ്. ഇൻ ആൻഡ് അറൗണ്ട് ഈ മധുരൈ സിറ്റിയിൽ തന്നെ മോർ ദാൻ 100 ടെമ്പിൾസ് ഉണ്ട് എന്നാണ് പറയണത്. അതുപോലെ തന്നെ അപ്പോൾ അത്രയധികം ഫെസ്റ്റിവൽസും അവിടെയുണ്ട്. ദ ജല്ലിക്കെട്ട് ഫെസ്റ്റിവൽ, ഇതെല്ലാം മധുരയിലാണുള്ളത്. ആൻഡ് ഇത്രയും കളർഫുൾ ആയിട്ടുള്ളൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെ ദ ഏതൻസ് ഓഫ് ദി ഈസ്റ്റ് എന്നും ദ സ്ലീപ്ലെസ് സിറ്റി എന്നും പറയുന്നുണ്ട് കേട്ടോ. ചെന്നൈ, ദ ഗേറ്റ് വേ ഓഫ് സൗത്ത്, ഡിട്രോയിറ്റ് ഓഫ് ഏഷ്യ. അതുപോലെ തന്നെ വേറെ ചില നെയിംസ്, ഹെൽത്ത് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്, മോട്ടോർ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദ ഡിട്രോയിറ്റ് ഓഫ് ഏഷ്യ. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മേജർ ആയിട്ടുള്ള എല്ലാ ഓട്ടോമൊബൈൽ യൂണിറ്റ്സും അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ളത് ചെന്നൈയിലാണ്. BMW, ഫോർഡ്, റെനോൾട്ട്, അതുപോലെ റോയൽ എൻഫീൽഡ്, ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ളത് ചെന്നൈയിലാണ്. It is known as the Detroit of Asia. Next is states and their nicknames. സ്റ്റേറ്റ്സുകളുടെ വേറെ നെയിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. ആന്ധ്രാപ്രദേശ് ഈസ് നോൺ ആസ് ദ എഗ് ബൗൾ ഓഫ് ഏഷ്യ. അതുപോലെ തന്നെ കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. എഗ് ബൗൾ ഓഫ് ഏഷ്യ എഗ് പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ളൊരു റീജിയൻ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ദ കൊലൂർ മൈൻസ് അറിയുമായിരിക്കും നിങ്ങൾക്ക്. കൊഹിനൂർ ഡയമണ്ട്സ് ഉള്ള, വേൾഡ് ഫേമസ് കൊഹിനൂർ ഡയമണ്ട്സ് ഉള്ള കൊലൂർ മൈനീസ് ഇൻ ആന്ധ്രാപ്രദേശ്. അതുകൊണ്ട് കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് അരുണാചൽ പ്രദേശ് ഈസ്റ്റ് സൈഡിൽ ദ ലാൻഡ് ഓഫ് സൺറൈസ്. കേരള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് an important spice trading center. So spice garden of India എന്ന് കേരളനെ പറയണം. നെക്സ്റ്റ് ഈസ് അസാം. അസാം ഈസ് നോൺ ആസ് ദ ടീ സിറ്റി ഓഫ് ഇന്ത്യ. അസാമിലെ ദിബ്രുഗഡ് ഈസ് വെരി ഫേമസ് ഫോർ ദിസ്. അതേപോലെ നെക്സ്റ്റ് ഈസ് ഗുജറാത്ത്. ഗുജറാത്ത് ഈസ് നോൺ ആസ് ദ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ. ഗുജറാത്തിലെ അഹമ്മദാബാദ് തന്നെയാണ് കേട്ടോ ദ റീസൺ ബിഹൈൻഡ് ദിസ്. സിറ്റീൻ്റെ ഇക്കണോമിക്കൽ ഗ്രോത്ത്, അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെൻറ്റ്, സിറ്റി ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബോസ്റ്റണിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു നെയിം ഗുജറാത്തിന് കൊടുത്തത്. ദാറ്റ് ഈസ് ദ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ഈസ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് ഈസ് ദ സോയാ റീജിയൻ ഓഫ് ഇന്ത്യ. സോയാബീൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് ഈസ് നോൺ ആസ് ദ സോയാ റീജിയൻ ഓഫ് ഇന്ത്യ. ക്ലിയർ ആയില്ലേ? പഞ്ചാബ്, ഇറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് 5 rivers. ആ നെയിമിൽ തന്നെ ഉണ്ട് പഞ്ച്, ഇറ്റ് ഈസ് 5, ആൻഡ് ആപ്പ്, ഇറ്റ് ഈസ് വാട്ടർ. സോ ഇറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് 5 waters.
ആ റിവേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ജേലം, ചെനാബ്, രവി, സത്ലജ് ആൻഡ് ബീസ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് നെയിം ഇറ്റ് ഈസ് ദ ഗ്രാനറി ഓഫ് ഇന്ത്യ. അങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് പഞ്ചാബ്. കുറേ ഫുഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ ഉണ്ട്, നല്ല പ്രൊഡക്ഷൻ ഉണ്ട് ഫുഡ് ക്രോപ്സിൻ്റെ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ ഗ്രാനറി ഓഫ് ഇന്ത്യ എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ഹരിയാന. ഹരിയാന ഈസ് കോൾഡ് ദ മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ. കുറേ റീസൺസ് പറയാം ഇതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ 6 മിൽക്ക് പ്ലാന്റ്സ് ഉണ്ട് ആ സ്റ്റേറ്റിൽ തന്നെ. അതായത് 6 മിൽക്ക് പ്ലാന്റ്സ് ഉണ്ട് സിറ്റീൻ്റെ വേരിയസ് സിറ്റീസിൽ ഹരിയാനയിൽ. അതുപോലെ തന്നെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മുറ ബഫലോസ് അതുള്ളത് ഹരിയാനയിലാണ്. ഫോർ മിൽക്ക് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന മുറ ബഫലോസ്. പിന്നെ ഇന്ത്യയുടെ തന്നെ ദ ബെസ്റ്റ് ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാനയിലാണ്. ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ മിൽക്ക് പെയിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഹിമാചൽ പ്രദേശ്. So Himachal Pradesh is known as the all-season state and the apple state. All-season state means എല്ലാ സീസണും നല്ല വെൽക്കമിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്. ആപ്പിൾ സ്റ്റേറ്റ് എന്തുകൊണ്ടാണെന്ന് പറയണമെന്ന് വെച്ചാൽ, നമ്മുടെ കൺട്രിയിലെ തന്നെ ഫസ്റ്റ് ആപ്പിൾ വാസ് കൾട്ടിവേറ്റഡ് ഹിയർ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ 2 നെയിംസ് വന്നത്. വേറെ ചില സിറ്റീസ് ആൻഡ് ദെയർ നിക് നെയിംസ് കൂടെ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതും നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. I'll just read it for you. Amritsar in Punjab is known as the Golden City. Allahabad or Prayagraj, the abode of the god and the city of prime ministers. Asansol in West Bengal, the land of black diamond. Indore, Madhya Pradesh, mini Mumbai. Bhubaneswar, the temple city of India. Dhanbad in Jharkhand, coal capital of India. Dibrugarh is the tea city of India. Hyderabad, Telangana, it is known as city of pearls. High-tech city, the world capital of biryani. Jamshedpur in Jharkhand is the steel city of India. Then Lucknow in UP, the city of Nawabs. Hyderabad and Secunderabad, it is twin city. Jodhpur is blue city and also sun city. Surat is the diamond city. Kanpur is the leather city of the world. Pune is the Deccan Queen. Nashik is the wine capital of India. Mangalore is the cradle of Indian banking. Mysore, the sandalwood city. Kashmir is the Switzerland of India. Kollam, that is in Kerala, is the cashew capital of the world. Mussoorie, Uttarakhand is the queen of the mountains. Patiala in Punjab, the royal city. Panipat, Haryana, city of handlooms. Pondicherry is the Paris of the East. Rishikesh is the city of sages, then yoga city. Tiruchirappalli in Tamil Nadu, this is the energy equipment and fabrication capital of India. Tirunelveli is famous for the halwa city of India, or Oxford city. Varanasi, city of lights, city of temples and the religious capital of India. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ.